ചലഞ്ച് മീ മൈ ഫ്രണ്ടിലെ അടുത്ത റെസിപ്പിയാണ്. ഈ സെക്ഷനിൽ ഞാൻ എപ്പോഴും ചെയ്യണത് വേറെ ആരുടെയെങ്കിലും റെസിപ്പിയാണ് എന്നെയായിട്ട് ഷെയർ ചെയ്തിട്ടുള്ള ഒരു റെസിപ്പി. ഇന്നത്തെ റെസിപ്പി എനിക്ക് തന്നത് റെനിയാണ്, റെനി തോമസ്. റെനി ഒരു അസാധ്യ കുക്കാണ് കേട്ടോ. ഞാൻ ഈ ചലഞ്ച് മീ മൈ ഫ്രണ്ടില് ചെയ്യുന്ന എല്ലാ റെസിപ്പീസും അടിപൊളി ഷെഫുമാരുടെ റെസിപ്പീസാണ്. കുറേയൊക്കെ എനിക്ക് നേരിട്ട് കഴിക്കാനായിട്ടുള്ള ഭാഗ്യം ഉണ്ടായിട്ടുള്ള റെസിപ്പീസാണ്. ചിലവരുടെ ഒന്നും കുക്കിംഗ് എനിക്ക് കഴിക്കാൻ പറ്റിയിട്ടില്ല. പക്ഷെ ഞാൻ ഉണ്ടാക്കി നോക്കിയിട്ട് ആ റെസിപ്പിയൊക്കെ സൂപ്പർ ആയിരുന്നു. അപ്പൊ റെനീനെ പറ്റി പറയുകയാണെങ്കിൽ, റെനിയുടെ വീട്ടിൽ നമ്മൾ പോകുമ്പോൾ എനിക്ക് കഴിച്ചതായിട്ട് ഏറ്റവും അധികം ഓർമ്മ വരുന്നത് ഫിഷ് കറിയാണ്. റെനിയുടെ ഫിഷ് കറി കഴിച്ചിട്ടുണ്ടെങ്കിൽ ശരിക്കും എന്റെ വീട്ടിലൊക്കെ എന്റെ മമ്മി, എന്റെ അമ്മാമ്മ ഒക്കെ ഉണ്ടാക്കുന്ന ആ ഫിഷ് കറിയുടെ സെയിം ടേസ്റ്റ് ആണ് കേട്ടോ. അപ്പൊ എനിക്കിന്ന് നാട്ടിൽ പോയി വന്ന പോലെയാണ് റെനിയുടെ വീട്ടിൽ പോയിട്ട് ഫുഡൊക്കെ കഴിച്ചിട്ട് വരുന്ന സമയത്ത്. അപ്പൊ ഇന്നും ഒരു ഫിഷ് റെസിപ്പിയാണ് റെനി അതിനായിട്ട് ഷെയർ ചെയ്തിരിക്കുന്നത്. ഫിഷ് കറി അല്ല, ട്യൂണ വെച്ചിട്ടുള്ള ഒരു ട്യൂണ പീര. അപ്പൊ ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാന്ന് നമുക്ക് നോക്കാം ആദ്യം. അപ്പോൾ നമ്മൾ ട്യൂണ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇത് കാൻഡ് ട്യൂണയാണ്, സൺഫ്ലവർ ഓയിൽ ഉണ്ടായിരുന്ന ട്യൂണ. അപ്പൊ ഞാൻ അതിന്റെ ഓയിലൊക്കെ ഒരു അരിപ്പയിലിട്ട് നല്ലോണം സ്ക്വീസ് ചെയ്ത് കളഞ്ഞിട്ട് ഡ്രൈ ആക്കി ട്യൂണ എടുത്തിട്ടുണ്ട്. ട്യൂണ ചങ്ക്സ് ആണ് കേട്ടോ. അപ്പൊ അത് വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു 2 കൊടംപുളി കുറച്ച് ചൂടുവെള്ളത്തിൽ ഇട്ട് വെച്ചിട്ടുണ്ട്. അപ്പൊ കൊടംപുളി ഒന്ന് സോഫ്റ്റ് ആയിട്ട് അതിന്റെ എസൻസ് ഒക്കെ ഒന്ന് ആ വെള്ളത്തിലേക്ക് ഇറങ്ങട്ടെ. പിന്നെ എടുത്തു വെച്ചിരിക്കുന്നത് കുറച്ച് ഡെസിക്കേറ്റഡ് കോക്കനട്ട് ആണ്. ഇത് ഒരു പിടിയോളം ഡെസിക്കേറ്റഡ് കോക്കനട്ട് ഉണ്ട് കേട്ടോ. ഒന്നിന് റെസിപ്പിയിൽ ഫ്രഷ് കോക്കനട്ടിനേക്കാളും നല്ലത് ഡെസിക്കേറ്റഡ് കോക്കനട്ട് ഇടുകയാണ്. കാരണം ഈ ട്യൂണയിൽ കുറച്ചൊരു വെള്ളമയം ഉണ്ടാവും. അപ്പോൾ പീരയൊക്കെ ആയിട്ട് ഡ്രൈ ആയിട്ട് കിട്ടണമെങ്കിൽ കുറച്ച് ഡെസിക്കേറ്റഡ് കോക്കനട്ട് ആയാൽ നമുക്കത് എളുപ്പമാവും തോന്നുന്നുണ്ട്. പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി, ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ ഉപ്പ് കേട്ടോ. ഞാൻ അധികം ഉപ്പ് എടുക്കണില്ല, കാരണം ഈ കാൻഡ് ട്യൂണയിൽ ചെറുതായിട്ട് ഉപ്പ് ഉണ്ടാവുമ്പോൾ. അപ്പോൾ അതുകൊണ്ട് 1/2 ടീസ്പൂൺ ഉപ്പ് എടുത്തിട്ടുള്ളൂ. നോക്കിയിട്ട് വേണമെങ്കിൽ നമുക്ക് പിന്നെ ആഡ് ചെയ്യാം. ഇതിനകത്ത് സാധനം ഉണ്ട്, നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവില്ല. വെളിച്ചെണ്ണയാണ്. വെളിച്ചെണ്ണ ഞാനിവിടെ കുറച്ച് എടുത്ത് വെച്ചിട്ടുണ്ട്. 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇത് ഏറ്റവും അവസാനം നമുക്ക് അതിലേക്ക് ഒന്ന് ഒഴിച്ചു കൊടുക്കാനാണ്. പിന്നെ കുറച്ച് അരിയേണ്ട സാധനങ്ങൾ, ഒരു സവാള, ഒരു മീഡിയം സൈസ് സവാള, കുറച്ച് വേപ്പില, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, ഒരു 6 പച്ചമുളക്. അപ്പൊ ഇത്രയും ഞാനൊന്ന് അരിഞ്ഞിട്ട് വരാം. ട്യൂണ പീര ഉണ്ടാക്കണ ആ ഒരു പാനിൽ തന്നെയാണ് ഞാൻ ഈ അരിഞ്ഞ സാധനങ്ങളൊക്കെ ആഡ് ചെയ്തത് കേട്ടോ. അപ്പൊ ഇതിനകത്ത് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യം എന്താണെന്ന് വെച്ചാല് വഴറ്റിലും പിടിക്കലും ഒന്നുമില്ല. ഭയങ്കര സിമ്പിൾ ആയിട്ട് ഉണ്ടാക്കാവുന്ന ഒരു റെസിപ്പിയാണ്. ട്യൂണ നമ്മൾ പലതരത്തിൽ വെക്കാറുണ്ട് അല്ലെ, പക്ഷെ ഈ ഒരു ഐഡിയ എനിക്ക് പുതിയൊരു ഐഡിയ ആയിരുന്നു. അപ്പൊ റെനി പറഞ്ഞ റെസിപ്പി കേട്ടപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമായത് കൊണ്ട് ഞാനിത് ട്രൈ ചെയ്യാന്ന് വിചാരിച്ചത്. അപ്പൊ അരിഞ്ഞ സവാള, പച്ചമുളക്, ഇഞ്ചി, കറിവേപ്പില എല്ലാം അതിൽ ഇട്ടിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ ഡ്രെയിൻ ചെയ്ത് വെച്ച ട്യൂണ ഇടണം. മുളക് പൊടി ഇടണോ, മഞ്ഞൾപ്പൊടി, ഉപ്പ്, ഡെസിക്കേറ്റഡ് കോക്കനട്ട്, പുളിയും അത് സോക്ക് ചെയ്ത് വെച്ച വെള്ളം എല്ലാം ഇതിലൊഴിക്കണോ. അടിഭാഗം ഒഴിക്കണ്ട കേട്ടോ, ഇനി എങ്ങനെ വല്ല മണ്ണൊക്കെ ഉണ്ടെങ്കിലോ. ഇനി ഇത് കഴിഞ്ഞിട്ട് ഇതെല്ലാം കൂടെ നല്ലോണം ഒന്ന് മിക്സ് ചെയ്യുക, വേവിക്കാൻ വെക്കുക. ഇത്രയേ ഉള്ളൂ പണി, സിമ്പിൾ.
എൻ്റെ വീഡിയോസ് സ്ഥിരമായിട്ട് കാണുന്നവർക്ക് അറിയാം, ഞാൻ വലിയ മെനക്കെട്ടുന്ന പണിക്കൊന്നും പോവാറില്ല. സിമ്പിൾ പക്ഷേ ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പീസാണ് മാക്സിമം ട്രൈ ചെയ്യണേ. ഇതിനിപ്പോൾ ചെറിയൊരു നനവുണ്ട്, പക്ഷെ അതിനേക്കാളും ഇവിടെ നല്ല അടിപൊളി മണമുണ്ട് വേപ്പിലയുടെയും ഇഞ്ചിയുടെയും ഒക്കെ. ഇനി ഇതിനകത്ത് പച്ച വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചാൽ എന്തായിരിക്കും? പക്ഷെ അത് നമ്മുടെ ഏറ്റവും ലാസ്റ്റ് സ്റ്റെപ്പാണ് കേട്ടോ. അതുകൊണ്ട് ഞാൻ എണ്ണ ഒഴിക്കാണ്ടിരുന്ന ഇൻഗ്രീഡിയൻസ് കാണിച്ചതിൽ എണ്ണയും കൂടി നമുക്ക് ബാക്കിയുണ്ട് ആഡ് ചെയ്യാനായിട്ട്. അപ്പോൾ ഇത്രയും എല്ലാം തിരുമ്മി വെച്ചില്ലേ, ഇനി നമുക്ക് മൂടി ഇത് കുക്ക് ചെയ്യാൻ വയ്ക്കാം. ചെറിയ തീയിൽ വെച്ചിട്ടുണ്ട് കേട്ടോ, ഒരു ലോ ഹീറ്റിൽ. എൻ്റെ ഈ കുക്കർ 9 ആണ് ഇതിന്റെ മാക്സിമം. ഞാൻ ഇതിൽ 4 സെറ്റിങ്ങിൽ വെച്ചിരിക്കണേ. അടച്ച് വെച്ചിട്ട് നമുക്ക് കുറച്ച് നേരം ഇത് വേവിക്കാം. എന്തായാലും ഇതിന്ന് വെള്ളം വരും, ആ വെള്ളം വറ്റി വരുന്നവരെ നമുക്ക് വേവിക്കാം. എത്ര സമയം എനിക്ക് എടുക്കുന്നത് ഞാൻ പറയാം. 10 മിനിറ്റ് കഴിഞ്ഞിട്ട് കേട്ടോ ഞാൻ ഇത് വേവിക്കാനായിട്ട് അടച്ച് വെച്ചിട്ട്. ഞാൻ എക്സ്പെക്ട് ചെയ്ത പോലെ അത്രയ്ക്ക് വെള്ളമൊന്നും വന്നില്ല ഇതിനകത്തുനിന്ന്. ഇത് ഓയിലുണ്ടായിരുന്ന ട്യൂണയായിരുന്നു, ക്യാനായിരുന്നു. ഇനിയിപ്പോൾ അതുകൊണ്ടാണോ എന്ന് എനിക്കറിയില്ല. ഭയങ്കര അടിപൊളി സ്മെല്ലാണ് വരുന്നത്. അപ്പം ഞാൻ ഇനി ഇതിപ്പോൾ ഒരു 5 മിനിറ്റും കൂടി ഒന്ന് തുറന്ന് വെച്ചിട്ട് ഒന്ന് ഇങ്ങനെ ഇളക്കി കൊടുക്കാമെന്ന് വിചാരിക്കുന്നു, ഒന്ന് ഡ്രൈ ആക്കി എടുക്കാനായിട്ട്. ഞാൻ ഒരു പ്രാവശ്യം ചൂടാക്കിയെടുത്ത വെളിച്ചെണ്ണയാണ്. അപ്പോൾ ഇവിടെ ഇരുന്നിട്ട് പിന്നെയും അത് കട്ടയായി കണ്ട. അപ്പം ഞാൻ ഇതിൻ്റെ അടുപ്പിൻ്റെ അടുത്ത് വെച്ചേക്കാം അതൊന്ന് വാമായിട്ട് വരാനായിട്ട്. പറയാൻ മറന്നുപോയ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇത് 4 ക്യാൻ ട്യൂണ ഉണ്ടായിരുന്നു കേട്ടോ. ഓരോ ക്യാനിൻ്റെയും ഡ്രെയിൻഡ് വെയിറ്റ് 102 grams ആയിരുന്നു. അപ്പോൾ അതൊരു ഇമ്പോർട്ടൻറ്റ് കാര്യമാണ്. അത് 5 മിനിറ്റ് കൂടി കഴിഞ്ഞപ്പോൾ ഇത് നല്ല ഡ്രൈ ആയി വന്നിട്ടുണ്ട് കേട്ടോ. എൻ്റെ ക്യാമറ ഒട്ടും ശരിയല്ല, കാരണം ഇതിനൊരു മഞ്ഞ കളറാണ്, പക്ഷെ ക്യാമറയിൽ വെളുത്തിട്ടായിരിക്കുന്നത്. അപ്പൊ ഇനി നമുക്ക് ഇതിൽ ലാസ്റ്റ് കാര്യം ആഡ് ചെയ്യേണ്ടത് പച്ച വെളിച്ചെണ്ണയാണ്. അപ്പൊ പച്ച വെളിച്ചെണ്ണയും കൂടി ഇതിന്റെ മുകളിലേക്ക് ഒഴിച്ചാല് നമ്മുടെ പരിപാടി കഴിഞ്ഞു. നല്ലോണം ഒന്നും കൂടി ഇളക്കാം. അത് കഴിഞ്ഞാൽ നമ്മുടെ പരിപാടി കഴിഞ്ഞു. സൂപ്പർ അല്ലേ? സിമ്പിൾ അല്ലേ? ഈസി അല്ലേ? റെസിപ്പി ഉണ്ടാക്കി കഴിഞ്ഞു. സംഭവം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ട്യൂണ പീര ഭയങ്കര സിമ്പിൾ റെസിപ്പി അല്ലേ? ഞാൻ എല്ലാ വീഡിയോയിലും റിപ്പീറ്റ് ചെയ്ത് തന്നെ പറയും സിമ്പിൾ റെസിപ്പിയാണ്. പക്ഷെ സിമ്പിൾ റെസിപ്പി ആയതുകൊണ്ടാണ് കേട്ടോ അതങ്ങനെ പറയുന്നത്. നിങ്ങൾ കണ്ടതല്ലേ എന്തൊക്കെ ബുദ്ധിമുട്ടുണ്ടായിരുന്നു എനിക്കിപ്പോൾ ഇത് ചെയ്യാനായിട്ട്. ട്യൂണയുടെ ഇങ്ങനെ ഒരു വെറൈറ്റി റെസിപ്പി ഞാൻ ഇന്നേ വരെ ട്രൈ ചെയ്തിട്ടില്ല. ഈ പുളിയും തേങ്ങയും ഒന്നും ഞാൻ ട്യൂണയുടെ കൂടെ ഇടാറില്ല. നോർമലി ട്യൂണ എടുത്തിട്ട് കട്ട്ലേറ്റ് ഉണ്ടാക്കലാണ് എൻ്റെ പരിപാടി. പിള്ളേർക്കും ഇവിടെ അതാണ് ഇഷ്ടം. പക്ഷെ ഞാൻ ഇത് ഉണ്ടാക്കി വെച്ചതിന് ശേഷം പിള്ളേരായാലും അനിലായാലും എൻ്റെ ക്യാമറാമാൻ ആയാലും ടേസ്റ്റ് ചെയ്ത് എനിക്കിതേ കുറച്ച് ബാക്കിയുണ്ട്. ഫോട്ടോ എടുക്കാൻ കുറച്ച് ഞാൻ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു നേരത്തെ. അത് കഴിഞ്ഞപ്പോൾ ഇത്രയും ബാക്കിയുള്ളൂ. അപ്പൊ ഞാനിതൊരു കഴിച്ചു നോക്കിയില്ല. അപ്പൊ ഞാനൊന്ന് കഴിച്ചു നോക്കട്ടെ. നിങ്ങൾ ഈ ഭാഗം കണ്ടിട്ട് ഒരു കാര്യമില്ല കേട്ടാ. നിങ്ങൾ തന്നെ ഇത് ഉണ്ടാക്കി നോക്കി ടേസ്റ്റ് ചെയ്തിട്ട് ഇതിന്റെ ടേസ്റ്റ് എന്താണെന്ന് മനസ്സിലാവുള്ളൂ. എനിക്കിത് എക്സ്പ്ലെയിൻ ചെയ്ത് പറയാനേ, ഉണ്ടാക്കിയത് എങ്ങനെയാന്ന് കാണിച്ചു തരാനും ടേസ്റ്റ് എക്സ്പ്ലെയിൻ ചെയ്യാനേ എനിക്ക് പറ്റുള്ളൂ. അപ്പൊ പച്ചമുളകും വേപ്പിലയും എല്ലാം കൂടി എടുത്ത് വെച്ചോട്ടെ. വെറുതെ അല്ലായിട്ട് ഇവര് കഴിക്കല നിർത്താണ്ടിരുന്നതോ. വെറുതെ അല്ലായിട്ടോ ഇവരൊക്കെ ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് കഴിച്ചോണ്ടിരുന്ന എരിവാണ് എനിക്ക് ആദ്യം കിട്ടുന്നത്. കാരണം ഞാൻ എടുത്തതിൽ പച്ചമുളക് ഉണ്ടായിരുന്നു, പിന്നെ പുളി, പിന്നെ തേങ്ങയുടെ ഫ്ലേവറും, അത് കഴിഞ്ഞിട്ട് ഫിഷിന്റെ ടേസ്റ്റ്. അപ്പൊ ട്യൂണ ഒരിക്കലും ഞാൻ ഈ ഒരു പുളിയുടെ ടേസ്റ്റോട് കൂടി കഴിച്ചു നോക്കിയിട്ടില്ല. അപ്പൊ അതുകൊണ്ട് ഇതൊരു സൂപ്പർ റെസിപ്പി എന്ന് പറഞ്ഞാല് നമുക്ക് അത് ഉണ്ടാക്കി നോക്കി കഴിച്ചാൽ തന്നെ അത് മനസ്സിലാവുള്ളൂ. ഏറ്റവും കൂടുതൽ ഭയങ്കര ഒരു വെറൈറ്റി റെസിപ്പിയാണ് ഇത് ട്യൂണയുടെ. എനിക്ക് ഭയങ്കര ഇഷ്ടമായി. റെനിയുടെ റെസിപ്പി ആവുമ്പോൾ അതിനകത്ത് ഫ്ലോപ്പ് ആവില്ല എന്നുള്ള നല്ല ധൈര്യം ഉണ്ടായിരുന്നു എനിക്ക്. അതോടുകൂടി ഞാൻ ഈ റെസിപ്പി ട്രയൽ പോലും ചെയ്യാണ്ട് ഞാൻ നേരിട്ട് വീഡിയോയിൽ ചെയ്യാമെന്ന് തീരുമാനിച്ചത്. അപ്പൊ സൂപ്പർ റെസിപ്പി, എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം.
എനിക്ക് ഇതിന്റെ ടേസ്റ്റ് എക്സ്പ്ലെയിൻ ചെയ്ത് തരാൻ പറ്റില്ല. ഇത് നല്ല നമുക്ക് ഒരു പച്ചക്കറി ഒക്കെ ഉണ്ടെങ്കിൽ കറികൾ കൂടുതൽ ചാറുകറി ഒക്കെ ഉണ്ടെങ്കിൽ അതിന്റെ കൂടെ സൈഡിൽ പോകാനായിട്ട് അടിപൊളിയാണ്. ഇനിയിപ്പോ ഒന്നും ഇല്ലെങ്കിലും ഇത് തന്നെയായാലും നമുക്ക് ഇഷ്ടംപോലെ കുറച്ച് തൈരും ഈ ട്യൂണ പീരയും ചോറുമായിട്ട് കഴിക്കാനും കൊള്ളാട്ടോ. അടിപൊളിയായിട്ടുണ്ട്. താങ്ക് യു സോ മച്ച് റെനി ഫോർ ഷെയറിങ് ദ റെസിപ്പി. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ. ഞാൻ പിന്നെയും പറയാണ്, എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. സക്സസ് റെസിപ്പിയാണ്. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യണം, ഉണ്ടാക്കി നോക്കിയിട്ട് കമന്റ് ചെയ്യണം, ഷെയർ ചെയ്യണം നിങ്ങളുടെ ഫ്രണ്ട്സും ഫാമിലിയും ഒക്കെ ആയിട്ട്. എല്ലാവരും പറയട്ടെ ഇത് നല്ല റെസിപ്പി ആയിരുന്നല്ലോ ഷെയർ ചെയ്തത് എന്നുള്ളത്. സ്മിതാസ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ ബൈ. ഞാൻ ആർക്കും കൊടുക്കൂല. Call it.